പ്രൈസ് ദി ലോർഡ് ബ്രദർ. ഈ ബ്രദറിന്റെ മോനുള്ള വലിയൊരു അത്ഭുത സാക്ഷ്യമാണ് പറയാനുള്ളത്. ഈ ഇവര് വടക്കഞ്ചേരിയിലുള്ള മംഗലം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ മകന് കൊടുത്ത ഒരു അത്ഭുത സാക്ഷ്യം, 4-5 മാസമായി ആക്സിഡന്റിനെ തുടർന്ന് നട്ടെല്ലിന് വളവുണ്ടായിരുന്നു. വാക്കറുടെ സഹായത്താലാണ് ഈ ബ്രദർ നടന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ മാസത്തെ പബ്ലിക് മീറ്റിംഗിൽ വെച്ച് ബ്രദർ പ്രാർത്ഥിച്ചു, വാക്കറില്ലാതെ സ്വയമായി നടക്കുവാൻ കർത്താവ് സഹായിച്ചു. എനിക്ക് തോന്നുന്നു ഇവൻ ഭയങ്കര അവിശ്വാസത്തിൽ വരും. എന്തുകൊണ്ട് ചെയ്തല്ലേ? നീ തന്നെ പറഞ്ഞിട കേക്കട്ടെ. നീ എങ്ങനെയാ വന്നത്? എന്തുവായിരുന്നു അന്ന് സംഭവിച്ചത്? പറ. അന്ന് അച്ഛൻ വിളിച്ചിട്ട് വന്നു. അപ്പൊ അങ്ങനെ ഇവിടെ വന്നപ്പോ പാസ്റ്റർ പറഞ്ഞു നടുവിന് വളവുണ്ട് എന്ന് പറഞ്ഞു. എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ഡോക്ടറിനെ കാണാൻ പോയപ്പോ ആള് പറഞ്ഞത് ഇവല്ല ഈ ഭാഗത്തായിട്ട് ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. മുമ്പത്തെ എക്സ്റേ അത് കഴിഞ്ഞിട്ട് എക്സ്റേ എടുത്തിട്ട് വന്നപ്പോ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ വാക്കറിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. മുമ്പത്തെ എക്സ്റേയില് നിന്റെ ഹിപ്പിന്റെ അവിടെ വളവുണ്ടായിരുന്നു. ഈ ഭാഗത്ത് ഈ ഗോൾഫിന്റെ അവിടെ ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ നിന്നോട് അങ്ങോട്ട് പറഞ്ഞു. എന്നോട്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു. എക്സ്റേയിൽ അത് ഉണ്ടായിരുന്നു. അത് ഇപ്രാവശ്യം വീണ്ടും പോയി പരിശോധിച്ചപ്പോ മാറി. അത് കുറച്ച് വലിയ കാര്യമാണ്. ചുണയായി കൈയടിച്ചു ആമീൻ പറഞ്ഞേ. വാക്കറിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഞാൻ ചോദിക്കുന്ന വാക്കറിൽ നടക്കാനുള്ള കാരണം എന്താ? വാക്കറിൽ കിടക്കാനുള്ള കാരണം കാല് നെൽത്തൂത്താൻ പറ്റത്തില്ലായിരുന്നു. അത്ര വേദനയായിരുന്നു. അത്രയും വേദനയായിരുന്നു. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് അത് അത്ഭുതമാണെങ്കിൽ എനിക്കൊരു ചോദ്യമുണ്ട്. നീ അന്ന് മുതൽ നടക്കാൻ തുടങ്ങിയോ? അന്ന് മുതല്. ഈ മോൻ അന്ന് വന്നത് കണ്ടവരാരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടോ? ഓരോ കര ഉയർത്തി കാണിക്കോ എന്ന് പറഞ്ഞ നിനക്ക് തറയെ കാല് കുത്താൻ ഒക്കത്തില്ലായിരുന്നു. പറ്റില്ലായിരുന്നു. വാക്കറുണ്ടെങ്കിൽ പോലും കാല് കര കുത്തൊക്കത്തില്ല. ഭയങ്കര വേദനയായിരുന്നു. മടങ്ങത്തില്ലെന്ന് പറഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്യാവോ നിനക്ക്? 90 ഡിഗ്രി പോലും മടങ്ങത്തില്ല. ഇങ്ങനെ ആവത്തില്ല. കാലിന്റെ പാദമാണോ കാലിന്റെ മുട്ടാന്നോ? അത് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, മടങ്ങത്തില്ല. ഇപ്പൊ മടങ്ങും. ഒരു 90 ഡിഗ്രിയോളം മടങ്ങും. നിങ്ങൾ അതിനൊന്ന് ചുണയായിട്ട് കൈയടിച്ചില്ല. നിനക്ക് എന്താ പറയാനുള്ളത്? ആര് ചെയ്തതാ? സത്യമായിട്ടും ഉണ്ടോ ഇല്ലയോ? എന്നാ തിരിച്ചു പോകും. നടക്കും. ഇപ്പൊ അവനൊരു നല്ല സാക്ഷിയായി നിൽക്കുന്നത് എന്തൊരു സന്തോഷമുള്ള കാര്യം. കർത്താവേ, ഈ മോന് കൊടുത്ത സൗഖ്യത്തിനും ഈ മോന് കൊടുത്ത ഡെലിവറൻസിനുമായി നന്ദി. അപ്പ